സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം, അതും മിതമായ നിരക്കിൽ. സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക്. മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ. അന്ന ഫുഡ്വെയർ, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. റെഡ് ബോയ്സ് പുലാക്കോടിന്റെയും പുലാക്കോട് ഡിവൈഎഫ്ഐ AKG യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. റെഡ് ബോയ്സ് പുലാക്കോടിന്റെയും പുലാക്കോട് ഡിവൈഎഫ്ഐ AKG യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പുലാക്കോട് കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ആലത്തൂർ NPK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും. നമ്മൾ വിജയത്തിലെത്തുമ്പോൾ നമ്മളെ ആദരിക്കാനും അനുമോദിക്കാനും ഒക്കെ തന്നെ ആളുകളുണ്ടാകും. നമ്മൾ നശിച്ചു പോയാൽ അല്ലെങ്കിൽ കെട്ടുപോയാൽ നമ്മളെ ആരും അനുമോദിക്കാനുണ്ടാകില്ല. ഒരു പ്രത്യേക കാര്യമാണ്. അപ്പോൾ കെട്ടുപോകാതിരിക്കാനും നശിച്ചു പോകാതിരിക്കാനുമുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകേണ്ടതാണ്. പഠനം കൊണ്ട് നമ്മൾ നേടേണ്ടതും അതുതന്നെയാണ്. ഏറ്റവും നല്ല ഒരു മനുഷ്യനായി വ്യക്തിയായി മാറാൻ വേണ്ടിയായിരിക്കണം നമ്മൾ വിദ്യാഭ്യാസം ചെയ്യേണ്ടത്. നമ്മൾ അറിവ് നേടുന്നത് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും. അറിവ് നേടുമ്പോൾ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. തെറ്റായ പ്രവണതകളിലേക്ക് പോകാൻ നമുക്കെല്ലാവർക്കും എളുപ്പമാണ്. ശരിയായ ദിശയിലേക്ക് പോകാനാണ് പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ട്. തെറ്റായ വശത്തിലേക്ക് പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിനെ നാം സ്വീകരിക്കാതെ ശരിയായ പാത സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും. ക്ലബ്ബ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ ഷെലീൽ അധ്യക്ഷത വഹിച്ചു. വർത്തമാന കാലഘട്ടത്തിൽ ലഹരിക്ക് അതീതമായി കായിക മേഖലയിൽ എങ്ങനെ ഒരുമിച്ച് കൂട്ടാമെന്ന് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഈ ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമുക്കറിയാം, സ്വാഗതം പറഞ്ഞ മോനു ഇതിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ഞങ്ങൾ തന്നെയാണ് സെക്രട്ടറിയും പ്രസിഡന്റും. ആ ക്ലബിൻ്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ AKG യൂണിറ്റിൻ്റെ പ്രവർത്തനവും ഞങ്ങൾ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാറുണ്ട്. ക്ലബിൻ്റെ ഒരു പ്രവർത്തനത്തിനും ഞങ്ങൾ രാഷ്ട്രീയം ഞങ്ങൾക്ക് നോക്കാറില്ല എങ്കിലും ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്ന, കൂടെ ഇരിക്കുന്ന, വേലയാകട്ടെ നേർച്ചയാകട്ടെ എല്ലാ പരിപാടികൾക്കും ഞങ്ങളോടൊപ്പം ചേരുന്ന ഈ നാട്, ആ നാട്ടിൽ ഞങ്ങൾ ഇതുപോലെയുള്ള വേദികളിൽ മാത്രമാണ് ഞങ്ങൾ രാഷ്ട്രീയം ഉപയോഗിക്കാറുള്ളത്. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയുടെയും പേരിൽ കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1980കളിൽ പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് ആരംഭിച്ച് ഇന്ന് കണ്ട രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വിപ്ലവ യുവജന പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് എങ്കിൽ അതത് കാലഘട്ടങ്ങളിൽ വരുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയാനും അതിനെക്കുറിച്ച് സമര പോരാട്ടങ്ങൾ നയിക്കാനും ശേഷിയുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് തന്നെയാണ് ഡിവൈഎഫ്ഐ വളർന്നു വന്നിട്ടുള്ളത്. പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ, ഡിവൈഎഫ്ഐ AKG യൂണിറ്റ് സെക്രട്ടറി ബിനീഷ്, പ്രസിഡന്റ് അഭിഷേക്, റെഡ് ബോയ്സ് ക്ലബ് സെക്രട്ടറി അരുൺ, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി ട്രഷറർ അരുൺ, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം ജംഷീർ, ക്ലബ് അംഗങ്ങൾ അഭിജിത്ത്, സലീം, അഖിൽ, മനോജ്, ശ്രീജയൻ, ശ്രീശാന്ത്, ശ്രീകാന്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.